കേരള പോലീസ് സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽസാണ് പറയുന്നത്. ശമ്പളം 45,600 to 95,600 ഉദ്യോഗ പേരായി പറഞ്ഞിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിയാണ്. ഇതിൽ ഒഴിവുകളുടെ എണ്ണം ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ കാറ്റഗറി 1 ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. കാറ്റഗറി 1 20 to 31 ഓപ്പൺ വിഭാഗം 20 to 31 ഉദ്യോഗാർത്ഥികൾ 2/1/1991 1/1/2000 ജനിച്ചവരായിരിക്കണം എന്ന് പറഞ്ഞു, 2 തീയതികളും ഉൾപ്പെടെ. അപ്പോൾ ഏജ് ലിമിറ്റ് 20 to 31. ഇതിൻ്റെ കൂടെ യോഗ്യത എന്ന് പറയുന്നത് ബിരുദമാണ്. വിദ്യാഭ്യാസ യോഗ്യത ബിരുദം, ഡിഗ്രിയാണ്. അതിൻ്റെ കൂടെ ശാരീരികമായിട്ടുള്ള യോഗ്യതകളും പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 165.10 സെൻറ്റിമീറ്ററും ചെസ്റ്റ് എക്സ്പാൻഷൻ 5.08 സെൻറ്റിമീറ്ററും ആവണം എന്ന് പറയുന്നു. വനിതകൾക്ക് ഹൈറ്റ് 160 സെൻറ്റിമീറ്ററാണ്. ഇതിൽ നോട്ടായി പറഞ്ഞിരിക്കുന്നത് ഉയരം കൂടുതലുള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്നാണ്, പ്രയോറിറ്റി കൂടുതൽ ലഭിക്കുമെന്ന് പറയുന്നു. ഇതിൻ്റെ കൂടെ കണ്ണിൻ്റെയൊക്കെ ടെസ്റ്റുകളും പറയുന്നുണ്ട്, കണ്ണിൻ്റെയൊക്കെ കാഴ്ചശക്തിയൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഈ കായികക്ഷമതാ പരീക്ഷ എന്ന് പറയുന്നത് 8 ഇനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 5 എണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് സെലക്ട് ആയ ആൾക്കാർക്കാണ് ഈ പറഞ്ഞ മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉള്ളത്. സെയിം കേസ് വിത്ത് ലേഡീസ്, വനിതാ ഉദ്യോഗാർത്ഥികൾക്കും സെയിം അവസ്ഥയാണ്. 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിൽ യോഗ്യത നേടണമെന്ന് പറഞ്ഞ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാനത്തെ തീയതി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 1/2/2023 1 ഫെബ്രുവരി 2023 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് kerala.psc.gov.in ഉണ്ടാവും. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് അത് ചെക്ക് ചെയ്യുക. ഈ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് എല്ലാ പാരാമീറ്റേഴ്സും ഉറപ്പുവരുത്തി അപേക്ഷിക്കുക.